അച്ചടിമഷി പുരണ്ട സർട്ടിഫിക്കറ്റുകൾ ജോലിയും കൂലിയും തീരുമാനിക്കുന്ന കാലത്ത് എല്ലുമുറിയെ പണിയെടുക്കാനുള്ള മനസ്സ് മാത്രം കൈമുതലാക്കി കടൽ കടന്നങ്ങ് സൗദി അറേബ്യയിലെത്തിയ ഒരു 4ാം ക്ലാസ്സുകാരൻ പിന്നീട് 500 കോടി വിറ്റുവരവുള്ള ഒരു സാമ്രാജ്യത്തിന്റെ അധിപനും അമരക്കാരനുമായി മാറിയ ഒരു കഥയുണ്ട്. ജീവിതം കരിപിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ ലേബർ ക്യാമ്പുകളിൽ സ്റ്റാമ്പുകൾ വിറ്റും ട്രെയിൻ ബോഗുകൾ കഴിയും ഓഫീസുകൾ വൃത്തിയാക്കിയും അയാൾ പെടാപ്പാട് വെട്ടു പണിയെടുത്തു. ചുട്ടുപൊള്ളുന്ന ചൂടിലും കറങ്ങിത്തിരിയുന്ന സൂചികളെയോ മുഴങ്ങിക്കേൽക്കുന്ന സൈറനുകളെയോ വകവയ്ക്കാതെ ചോര നീരാക്കി അയാൾ അധ്വാനിച്ചു. അങ്ങനെ ആ ജീവിതയാത്രയിൽ പറഞ്ഞുറപ്പിച്ച കണക്കെ മറ്റൊരു ലേബർ ക്യാമ്പിലെ ക്യാന്റീനിലേക്ക് ആ ചെറുപ്പക്കാരൻ പറിച്ചു നടപ്പെടുകയാണ്. മരുഭൂമിയോളം പരന്നുകിടക്കുന്ന സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് എത്തിയ അയാൾക്ക് മുന്നിലേക്ക് അതേ മരുഭൂമിയിലെ നിധി തന്നെ എത്തിച്ചേരുന്നു. ശർക്കരക്കൂട്ടുകൾ കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടിരുന്ന ഈന്തപ്പഴത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുണമേന്മയിൽ ഒട്ടും കോട്ടം വരാതെ പൊന്നുപോലെ പൊതിഞ്ഞതയാൾ മാർക്കറ്റിലെത്തിച്ചു. പിന്നെ കേരളവും ഇന്ത്യയും കണ്ടത് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് മാർക്കറ്റിൽ അജിഫാൻ എന്ന ബ്രാൻഡിന്റെ സമാനതകളില്ലാത്ത കുതിച്ചുകയറ്റമായിരുന്നു. അന്ന് വീട് വിറ്റ് 600 റിയാൽ ശമ്പളത്തിനായി ഗൾഫിലെത്തിയ അതേ മനുഷ്യൻ ഇന്ന് 100 കണക്കിന് മനുഷ്യർക്ക് തലചാക്കാൻ കൂര കെട്ടിക്കൊടുക്കുന്നതും അശരണർക്കെല്ലാം ആശ്രയമായി മാറുന്നതും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ മറ്റൊരു അടയാളപ്പെടുത്തൽ. പറഞ്ഞത് അജിഫാന്റെ കഥയാണ്. നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഥയാണ്.